പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുട്ടി നിർത്താതെ കരയണതിനെയാണ് നമ്മൾ ഇൻഫൻറ്റൈൽ കോളിക് എന്ന് പറയാം. സാധാരണ ഒരു 3 ആഴ്ച പ്രായമുള്ള കുട്ടികൾ മുതൽ ഒരു 3-4 മാസം വരെയാണ് ഇത്തരത്തിലുള്ള കരച്ചിൽ കാണാറ്. പിന്നെ അടുത്തൊരു കാരണം ഹങ്കർ ക്രൈ ആണ്. വിശന്ന് കഴിയുമ്പോൾ കുട്ടി നിർത്താതെ കരയും. മൂന്നാമത്തെ കാരണം മൂക്കടപ്പാണ്. മൂക്കടയുമ്പോൾ കുട്ടിക്ക് പാല് കുടിക്കാൻ പറ്റില്ല. മൂക്കും വായും കൂടെ അടയുമ്പോൾ കുട്ടി ശ്വാസം മുട്ടി നിർത്താതെ കരയാനും സാധ്യതയുണ്ട്. നാലാമത്തെ കാരണം ചെവി വേദനയാണ്. മൂക്കടപ്പും ജലദോഷമൊക്കെ വരുമ്പോൾ കുട്ടിക്ക് ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വരാൻ, ഓട്ടൈറ്റിസ് മീഡിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയും കുട്ടി നിർത്താതെ കരയും. പിന്നെ അടുത്തൊരു കാരണം ഇൻസെക്ട് ബൈറ്റാണ്. ഉറുമ്പോ അതുപോലെയുള്ള പ്രാണികൾ കടിച്ചാലും കുട്ടി ഇതുപോലെ നിർത്താതെ കരയും. പിന്നെ മൂത്രത്തിൽ പഴുപ്പ്, UTI വന്നാലും കുഞ്ഞുങ്ങൾ കരയാറുണ്ട്. പിന്നെ വേറെ കാരണങ്ങൾ കുറച്ച് സീരിയസ് ആയ അസുഖങ്ങളിലും കുഞ്ഞ് ഇതുപോലെ കരയാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇൻറ്റർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കുടൽ കുരുക്ക്, പിന്നെ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ അതായത് കുടൽ തടസ്സം, പിന്നെ മെനിഞ്ചൈറ്റിസ് അതായത് ബ്രെയിനിൻ്റെ ഇൻഫെക്ഷൻ, പിന്നെ ഹാർട്ട് ഡിസീസസ്, ടെസ്റ്റിക്കുലർ ടോർഷൻ, ഇൻഗ്വാനൽ ഹെർണിയ അതുപോലത്തെ അസുഖങ്ങളിലും കുട്ടികൾ നിർത്താതെ കരയും. ഇതിൽ ഈ ഇൻറ്റർസെപ്ഷനൊക്കെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ കുഞ്ഞിന് ശക്തിയായ പനി ഉണ്ടാവും. അപ്പോൾ അത് കാരണം നിങ്ങൾ നിർത്താതെ കരയുന്ന കുട്ടിക്ക് അതിൻ്റെ കൂടെ ശക്തിയായ പനിയോ ഛർദിയോ വയറിളക്കം, വയറ്റിൽ നിന്ന് ബ്ലഡ് പോവുക, കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുക, നിർത്താതെ ഛർദ്ദിക്കുക, മൂത്രം ഒഴിക്കാതിരിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടികളുടെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്.